എല്ലാവർക്കും ഒരു ജോർ ബാർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാനാണ്. കൂടെ ഇത് നമ്മുടെ ഗ്രേ വുൾഫിൽ ഫിക്സ് ചെയ്യാന്ന് വിചാരിച്ചു. പ്രൊഡക്റ്റ് വേറൊന്നുമല്ല, നമ്മുടെ സോളാറിലൊക്കെ വർക്ക് ചെയ്യുന്ന കാറിന്റെ എയർ ഫ്രാഗ്രൻസ് ആണ്. അടിപൊളിയാണ്, കാണാൻ നല്ല ലുക്കുള്ള നമ്മുടെ ഒരു ആർമി സ്റ്റൈലിൽ ഒരു ഹെലികോപ്റ്റർ ആണ്. നമുക്കിത് എങ്ങനെയാ ഫിക്സ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. ഇത് ആക്ച്വലി നമ്മള് കുറച്ചാൾ കൊണ്ട് നമ്മുടെ ഇഗ്നിസിന്റെ ക്ലബും എക്കോസ്പോർട്ടിന്റെ ക്ലബൊക്കെ കമ്പൈൻഡ് ആയിട്ട് നമ്മള് LED ബൾബ്സ്, GFXന്റെ മാറ്റ്, പിന്നെ ഡാഷ് ക്യാമറാസ്, ഇതൊക്കെ നമുക്ക് വെണ്ടറിന്റെ അടുത്ത് നിന്ന് നമ്മൾ ഡയറക്റ്റ് അക്വയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തുള്ള അടുത്ത പ്രോഡക്ട്സ് ആയിരുന്നു ഇത്. പൈസ കൊടുത്തിട്ട് മേടിച്ചാണ് കേട്ടോ, ഫ്രീ ആയിട്ട് കിട്ടിയെന്നല്ല. അപ്പോൾ പക്ഷെ നമ്മൾ ആമസോണിലൊക്കെ കൊടുക്കുന്നതിനേക്കാളും നല്ല ഡിസ്കൗണ്ടഡ് റേറ്റിന് നമുക്ക് വെണ്ടർ തരുന്നുണ്ട്. അത് നമ്മുടെ എക്കോസ്പോർട്ട് ഓണേഴ്സ് ക്ലബ് കേരള ത്രൂ തന്നെയാണ് നമ്മൾ ഷിപ്പും ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനം അല്ലെങ്കിൽ ഇതുപോലത്തെ എയർ ഫ്രാഗ്രൻസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നമ്പർ കാണിച്ചു തരാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആമസോൺ റേറ്റിനെക്കാളും കുറവ് റേറ്റിന് നല്ല കിടിലൻ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇത് മാത്രമല്ല കേട്ടോ, അവർക്ക് ഒരുപാട് ടൈപ്പ് ഈ സോളാർ എയർ ഫ്രാഗ്രൻസ് കാണിച്ചു തന്നായിരുന്നു. അതായത് പ്ലെയിൻ ഒരു ഗോൾഡൻ കളർ, സിൽവർ കളർ, പിന്നെ ഫൈറ്റർ പ്ലെയിൻ, പിന്നെ ഹെലികോപ്റ്റർ ഒരു ഗോൾഡനും സിൽവർ കളർ ഹെലികോപ്റ്ററും, പിന്നെ ഈ ആർമി. എനിക്കിത് കണ്ടപ്പോഴാണ് ക്യൂട്ടായിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കാം. എളുപ്പമാണെന്ന് തോന്നുന്നു ഇതിന്റെ മെക്കാനിസം. ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് സാധനം ഉണ്ടാവുക. പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഇത് നമുക്ക് ഒരു 5 വർഷം വരെ ഉപയോഗിക്കാമെന്നാണ് ഇവർ പറയുന്നത്. മെയിൻ്റനൻസ് പീരീഡ് 5 years ആണ്. അപ്പൊ 5 വർഷം വരെ ഉപയോഗിക്കാമെന്നാ പറയുന്നത്. ഡയറക്റ്റ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സാധനം. നമുക്ക് നോക്കാം, വെച്ചോ. ആദ്യം ഇത് അൺബോക്സ് ചെയ്തോ. നമ്മൾ ഇതിങ്ങനെ തുറക്കുന്നു. ഇതെന്താ? ഇത് മറ്റേ നമ്മള് പിള്ളേർക്ക് മരുന്ന് കൊടുക്കുന്ന സാധനമില്ലേ, ഇങ്ങനെ ഞെക്ക അപ്പൊ ഇതിലേ മരുന്ന് വരും എന്റെ വായിലിട്ടിട്ട്. അതേപോലെയാണ്. ഹായ്, ഒരു മിനിറ്റ് ശ്രദ്ധിച്ച് തുറക്കണം. അപ്പൊ ഇതാണ് കേട്ടോ ഫ്രാഗ്രൻസ്. പിള്ളേർക്ക് മരുന്ന് കൊടുക്കുന്ന പോലെ ഈ സാധനം കൊണ്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പിഴിഞ്ഞിട്ട്, പിന്നെ ഇതിൽ പറഞ്ഞ പോലെ ഇതിന്റെ താഴെ ഒരു സാധനം ഉണ്ട്, അതിലിടണം എന്നാ പറഞ്ഞത്. അതും കൂടെ നോക്കാം. ഹെലികോപ്റ്ററിനെ ആദ്യം പുറത്തെടുക്കട്ടെ കേട്ടോ. ഞാൻ വെയിലത്ത് പോവാവേ. അപ്പൊ കണ്ടോ തിരിയുന്നു. ഞാൻ തണലത്ത് പോവാവേ. അപ്പൊ നിന്നു, കണ്ടോ? കണ്ടു. വെയിലത്ത് പോകുമ്പോ കണ്ടോ? അപ്പൊ ഇവര് അതിൽ പറഞ്ഞത് ഇതിന്റെ ഉള്ളിൽ ഇതായിരിക്കും കേട്ടോ. ഇവിടെ ഒരു വൈറ്റ് കാണുന്നുണ്ടോ? അതില് പറഞ്ഞ പോലെ വൈറ്റ്, അത് പറഞ്ഞ പോലെ തുറക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഉണ്ടല്ലോ ഓൺ ഓഫ്, കണ്ടോ? അപ്പൊ ഓണും ഓഫ് ഇങ്ങോട്ട്. അപ്പൊ ഇതിങ്ങനെ തിരിക്കണം, അല്ല ഓഫ് ഇങ്ങോട്ട്. തിരിഞ്ഞു. വന്നു. ഇതാണ് സാധനം, കണ്ടോ? അപ്പൊ ഇതിലേക്ക് ഒരു 2 തുള്ളി ഇങ്ങനെ ഒഴിച്ചിട്ട്, വീണ്ടും ഇതിങ്ങനെ വെക്കണം. ഇതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് സോറി, ആദ്യമല്ലേ അബദ്ധമായ ഒരു പോലീസുകാരൻ ഇങ്ങനെ വെക്കണം. അപ്പാണ് ടൈറ്റ്. എന്നിട്ട് ഇങ്ങനെ വെക്കണം. അപ്പൊ ഇത് കൂടെ മണം പുറത്തേക്ക് വരും, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു ഡൗട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കൂലേ, പിന്നെ ഇതെങ്ങനെ തുറക്കും? ഈ മുകളിൽ കൂടെ തന്നെ ഇങ്ങനെ. അപ്പൊ താഴെ ഇങ്ങനെ പിടിച്ച് തുറക്കേണ്ടി വരും അല്ലേ? തുറക്കാം. ഇങ്ങനെ ആക്കിയാ മതി. മനസ്സിലായോ? ഇങ്ങനെ ആയിരിക്കില്ലേ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കാം. താഴെ സ്റ്റിക്കറും ഉണ്ട്, കണ്ടോ? ഈ സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ചു വെക്കണം. അപ്പൊ താഴെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇങ്ങനെ ആക്കിയാൽ തുറക്കാൻ പറ്റും. എന്നിട്ട് ഇതാ ഞാനിങ്ങനെ വല്ല വെയിലത്തേക്ക് പോവേ. കൊള്ളാട്ടോ മിലിറ്ററി അല്ലേ, രസമുണ്ടല്ലേ. പിന്നെന്താന്നറിയോ, ഭയങ്കര സൈലന്റ് ആയത്. ഞാൻ
ഇത് ആദ്യം വന്ന സമയത്ത്, അതായത് ഇതുപോലത്തെ ഫ്രാഗ്രൻസ് കണ്ടപ്പോ നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള 2-3 പേര് ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തതിന് ഈ ഫാൻ കിടക്കുമ്പോ ഭയങ്കര ഒച്ചയായിരുന്നു, കടകടകടകടകടാന്ന് ഒച്ചയായിരുന്നു. ഇതിന് ഭാവിയിൽ ഒച്ച വരുമോന്ന് എനിക്കറിയില്ല, പക്ഷെ ഇപ്പൊ ഒച്ചയില്ല, നല്ല സ്പീഡിൽ കിടക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ലിക്വിഡ് ഒഴിക്കാം. ലിക്വിഡ് ഒഴിക്കാൻ ആദ്യം നമ്മൾ ഈ സാധനം ഇങ്ങനെ തുറക്കും. കണ്ടോ? എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ഫ്രാഗ്രൻസ് ഇത് ഒന്ന് അടച്ചു വെക്കണം. അത് നല്ല മണം. ഇത് അടച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കേടായിപ്പോവും. ഫ്രാഗ്രൻസ് കേടായി പോവല്ല, മണം പോകും. നല്ല ഫ്രാഗ്രൻസ് കേടായിപ്പോവും. ഫ്രാഗ്രൻസ് ഇതിനുള്ളിൽ വെക്കാം. ഫ്രാഗ്രൻസിന്റെ മറ്റേ സാധനം ഇതിൻ്റെ ഉള്ളിൽ സേഫ് ആയിട്ട് വെക്കുക, അടക്കുക, ഇതിങ്ങനെ അടച്ച് വെക്കുക. ഇനിയിപ്പോൾ അടുത്ത പരിപാടിയാണ് ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ഇത് ഇതിൻ്റെ മുകളിൽ വെക്കുക. വെച്ചിട്ട് നമ്മൾ തിരിക്കുക. ഇങ്ങനെ തിരിക്കുക. എനിക്കിങ്ങനെ തിരിച്ചാലേ പറ്റത്തുള്ളൂ. ഇങ്ങനെ തിരിച്ചു വെക്കുക. എന്നിട്ട് ഇതെന്നിട്ട് ഇങ്ങനെ വെക്കുക. നല്ല പടും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഈ സാധനം ഇത് വണ്ടിയിൽ ഫിക്സ് ചെയ്യണം. ഞാനിങ്ങനെ ചോദിച്ചു ഇത് എവിടെ ഫിക്സ് ചെയ്യുന്നു. നമ്മൾ ഇവിടെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാം, ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാം, ഇത് എവിടെ വേണ്ടത് വെച്ചാൽ ഫിക്സ് ചെയ്യാം. പക്ഷെ നമുക്ക് നമ്മുടെ TPMS ആ കോർണറിലുണ്ട്, ഡ്രൈവർ സൈഡിൽ. അപ്പോൾ വിചാരിച്ചു ഈ കോർണർ ഫ്രീ ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ ഈ കോർണറിൽ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ? ഫിക്സ് ചെയ്യട്ടെ. സ്റ്റിക്കർ ഉണ്ട്. നമ്മൾ സ്റ്റിക്കർ ഇങ്ങനെ എടുത്തു. ഇനി നമ്മൾ വണ്ടിയിൽ ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ ഈ സ്റ്റിക്കർ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചു. നമ്മൾ എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടത്? ഇവിടെ അല്ലേ? ഇതല്ലേ പോയിന്റ്? ഈ പോയിന്റിൽ നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചു. ഇതിന് അനുകൂലം. ഇനി ഇത് നീങ്ങുന്നത്, ഇത് എന്താ കറങ്ങുന്ന കാണിച്ചു തരാവേ. ഇപ്പം ഇത് കറങ്ങാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സൺഷെയ്ഡിലാണ് ഉള്ളത്, ഭയങ്കര ഇരുട്ടത്താണ് ഉള്ളത്. നമുക്ക് ഇച്ചിരി ഒന്ന് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് അനങ്ങുന്ന് വിചാരിക്കുന്നു. അനങ്ങല്ല, കറങ്ങും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു ജോറുപാറ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ. പിന്നെ ഒന്നും കൂടെ പറയുകയാണ്, ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതേപോലെ സ്ക്രോൾ ചെയ്തിട്ടും പോകുന്നുണ്ടാവും. നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.